കോഴിക്കോട് KSRTC ബസ്സിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 3 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായിട്ടുണ്ട്. ഒഡീഷ സ്വദേശികളാണ് പിടിയിലായത്. പെരുമ്പാവൂരിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്താനായിരുന്നു നീക്കം. കോഴിക്കോട് നിന്ന് സരീഷ് പി കെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇന്ന് രാവിലെയാണ് KSRTC ഡിപ്പോ കോഴിക്കോട് KSRTC ഡിപ്പോയിൽ കഞ്ചാവുമായി 2 വിവിധ ഭാഷാ തൊഴിലാളികൾ പിടിയിലായത്. ഇവർ കൊച്ചി പെരുമ്പാവൂരിൽ നിന്നും ഇങ്ങോട്ടേക്ക് കഞ്ചാവുമായി എത്തിയതാണ്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ KSRTC ഡിപ്പോയിൽ എത്തുകയും അവിടെ ഇറങ്ങുകയും ചെയ്യുന്നതിനിടയിൽ തന്നെ പോലീസ് ഇവരെ കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായി ബാഗ് പരിശോധന നടത്തുകയും ചെയ്യുകയായിരുന്നു. ആ ബാഗ് പരിശോധിക്കുമ്പോഴാണ് ഇതിൽ 2 പ്രതികളായി, അതായത് 2 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. അപ്പോൾ ആ 2 ബാഗുകളും പരിശോധിച്ചു. ഈ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഉടൻ തന്നെ ഡാൻസ് ആപ്പ് സംഘം ഇവരെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ ബാഗ് തരണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ അവർ ബാഗ് നൽകാൻ തയ്യാറായില്ല. പിന്നീട് പോലീസാണ് എന്നറിയിച്ചതിനെ തുടർന്ന് ബാഗ് പിടിച്ചു വാങ്ങുകയും ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി ചോദ്യം ചെയ്യുകയുമായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ വലിയ തോതിലുള്ള കഞ്ചാവ് 2 പൊതികളിലായാണ് ഈ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ആ കഞ്ചാവ് കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്യുന്നത്. നടക്കാവ് പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ പെരുമ്പാവൂരിലും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കും ഈ കഞ്ചാവ് എത്തിച്ച് അവിടെ വിവിധ സംസ്ഥാന തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ നൽകുക, വിൽപ്പന നടത്തുക എന്നൊരു രീതിയാണ് ഇവർ അവലംബിച്ചിരുന്നത്. നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിലവിൽ എത്രയാണ് ക്വാണ്ടിറ്റി പിടിച്ചിരിക്കുന്നത്? ഏകദേശം 3.5 കിലോ. 3 കിലോ. എങ്ങനെയാണ് ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതെ. ഇപ്പോൾ പിന്നെ ബാക്കി ബാലൻസ് എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് എത്തിച്ചത്? ഏത് സ്വദേശികളാണ്? ഒരു ഒഡീഷ സ്വദേശികളാണ്. പെരുമ്പാവൂരിൽ നിന്ന് വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചതാണ് സാധനം. നേരത്തെ ഇത്തരം കേസുകൾ എന്തെങ്കിലും പ്രതികളാണോ? അല്ല, അതിൻ്റെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ഇത് പരിപാടി കഴിഞ്ഞിട്ടേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷം അതിനെന്തെങ്കിലും വരാൻ പറ്റുമോ? അല്ല, ഇവർ ഇവിടെ എത്തിച്ചിട്ട് വിൽപ്പന നടത്തുക അങ്ങനെ ഒരു ലക്ഷ്യമായിരുന്നു? ഇവിടേക്ക് കൊണ്ടുവന്നത് വിൽപ്പനയ്ക്കായിട്ടാണ്. അപ്പോൾ ഉദ്ദേശം അതായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കയ്യിൽ പെടുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടുള്ള സെർച്ചിങ് നടക്കുമായിരുന്നു. KSRTC സ്റ്റാൻഡിലും എല്ലായിടത്തും ഉണ്ട്. ഡാൻസ് ആപ്പ് ടീമായിരുന്നു നടത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ കൃത്യമായി ഇവിടെ എത്തിക്കുക, അതിനുശേഷം ചെറുകിട വിൽപ്പനക്കാർക്ക് ഉൾപ്പെടെ എത്തിച്ചു നൽകുക, അവരിൽ നിന്ന് കൂടുതൽ പണം വാങ്ങി തിരിച്ച് പെരുമ്പാവൂരിലേക്ക് പോവുക, ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ കച്ചവടം നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ തൂഫാൻ ഉൾപ്പെടെയുള്ള ഈ കഞ്ചാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ പിടികൂടാനുള്ള ഈ ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പരിശോധന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 കിലോയോളം കഞ്ചാവാണ് നിലവിൽ KSRTC ഡിപ്പോയിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്.